എനിക്കറിയാം നീ എവിടുത്തെ എല്ലാ പണിയെടുക്കുന്നത് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മയെ സഹായിച്ചും അല്ലാതെയും ഒക്കെ. എന്നെ തുടരുത്. അതെന്താടി തൊട്ടാ? ഞാൻ നിന്റെ ഭർത്താവാ, നീ എൻ്റെ ഭാര്യയും. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാം, അതിനുള്ള അധികാരമുണ്ട്. എന്തധികാരം? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. തനിക്ക് തോന്നുമ്പോ ഒന്ന് തൊടാനും തോന്നുമ്പോ തെറി പറയാനുള്ളതല്ല ഈ പറഞ്ഞ അധികാരം. എൻ്റെ പൊന്നു ജാനു, ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ തുടങ്ങല്ലേ. എന്ത് നല്ല ദിവസം? തന്റെ എല്ലാ കുഴപ്പം തീർക്കുന്നതോ? എന്താ കൈമാറ്റിയത്? അടിക്കേ. ഒരു പട്ടിയെ പോലെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താൻ പറഞ്ഞതും തന്റെ അമ്മ പറഞ്ഞതും കേട്ടോണ്ട് ഇനി എന്നെ നിന്നെ കിട്ടത്തില്ല. ആ പോകാൻ തന്നെ. ഒരു കൊച്ചുണ്ടായ ശേഷം ഈ വീടും അടുക്കളയില്ലാതെ എനിക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയിൽ മറ്റൊരു കൊച്ചിനെ കൂടെ എനിക്ക് വയ്യ. ഇവിടുത്തെ നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുഴപ്പം? സമയത്ത് ഉണ്ണാനും എടുക്കാനും ഉറങ്ങാനും കിട്ടുന്നതിന്റെ കുഴപ്പം. ഉണ്ണാനും എടുക്കാനുണ്ടായ എല്ലാം തികഞ്ഞല്ലോ. പിന്നെ എന്ത് വേണം? നിന്റെ താഴത്തിന് തുള്ളാന്ന് എന്നെ കിട്ടത്തില്ല. അറിയാം. അപ്പൊ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു വാല്യൂ ഇല്ല. അതോ നിങ്ങൾ ആണുങ്ങൾ മാത്രം ജോലിക്ക് പോയാൽ മതിയെന്നാണോ? ശരി, ഒന്നും വേണ്ട, എന്നെ ജോലിക്ക് വിടണ്ട. അറ്റ്ലീസ്റ്റ് ഞാനൊരു ട്യൂഷനെങ്കിലും എടുത്തോട്ടേന്ന് ചോദിച്ചു. അതിനെങ്കിലും സമ്മതിച്ചോ? ഇല്ല, അവിടെ സമ്മതിക്കാനും പോകുന്നില്ല. നീ സമ്പാദിച്ചുകൊണ്ടോട്ട് വേണ്ട ഈ കുടുംബത്തിൽ ചെലവ് നടത്താൻ. ഒരാൾ ജോലിക്ക് പോകുന്നതേ സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. അയാളുടെ സ്വപ്നമാണ് ജോലിയും ജീവിതവും ഒക്കെ. നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾ കാരണം എത്രയോ പെൺകുട്ടികളാണ് ഇന്നും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിലൊരാളാവാനേ എനിക്ക് സൗകര്യമില്ല. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി കോപ്പേ.